രാഹുൽ ഈശ്വറിനെതിരെ വീണ്ടും നടി ഹണി റോസ്. താനും കുടുംബവും കടുത്ത മാനസിക സമ്മർദ്ദം നേരിടുന്നെന്ന് സമൂഹമാധ്യമത്തിൽ പോസ്റ്റ്. ജനങ്ങളെ തനിക്കെതിരെ തിരിക്കാൻ രാഹുൽ ആസൂത്രണം നടത്തുന്നു. ഇതൊരു ആസൂത്രിത കുറ്റകൃത്യമാണെന്നും ഹണി റോസ് പറഞ്ഞു. ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, എന്താണ് കൂടുതൽ വിവരങ്ങൾ? രോഹിണി, കഴിഞ്ഞ ദിവസം തന്നെ രാഹുലിനെതിരെ തന്റെ സമൂഹ മാധ്യമ പോസ്റ്റിലൂടെ, ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെ രംഗത്ത് വന്നിരുന്നു ഹണി റോസ്. എന്നാൽ നിയമ നടപടിയിലേക്ക് കടക്കുന്നു എന്നുകൂടിയാണ് ഹണി റോസ് വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം തനിക്കെതിരെ നിരന്തരമായി തനിക്കും തന്റെ കുടുംബത്തിനുമെതിരായ നീക്കങ്ങൾ രാഹുൽ നടത്തുകയാണ് എന്ന കാര്യമാണ് പ്രധാനമായും പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ബോബി ചെമ്മണ്ണൂരിന്റെ PR ഏജൻസികളും രാഹുലും തനിക്കെതിരെ ആസൂത്രിതമായി പ്രവർത്തിക്കുകയാണ്. രാഹുലിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ വ്യക്തമാക്കുന്നുണ്ട്. താനും കുടുംബവും കടുത്ത മാനസിക സമ്മർദ്ദമാണ് നേരിടുന്നത്. അതിന്റെ കാരണക്കാരിൽ ഒരാൾ രാഹുൽ ഈശ്വർ തന്നെയാണ്. പരാതിയുടെ ഗൗരവം ചോർത്തിക്കളയാനുള്ള ശ്രമം രാഹുലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല, ജനങ്ങളെ തനിക്കെതിരെ തിരിക്കാനുള്ള ആസൂത്രിത ശ്രമവും രാഹുൽ നടത്തുന്നുവെന്ന് പരാതിയിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നേരത്തെയും മുൻകുറിപ്പിലും ഇത്തരത്തിൽ തന്നെ രാഹുൽ ഈശ്വറിനെതിരെ ഹണി റോസ് ശക്തമായി തന്നെ രംഗത്ത് വന്നിരുന്നു. ഹണി റോസിന്റെ എതിരായ ഭാഷകൾ അല്ലെങ്കിൽ ഭാഷാ ചാതുര്യമുണ്ട് എന്ന് കരുതി ഇത്തരത്തിലുള്ള വാക്കുകൾ തുടർച്ചയായി തന്നെ ഉപയോഗിക്കുകയാണ് രാഹുൽ ചെയ്യുന്നത്. തന്ത്രി കുടുംബത്തിൽപ്പെട്ട രാഹുൽ ഈശ്വർ ക്ഷേത്രത്തിലെ പൂജാരി ആവാതിരുന്നത് നന്നായെന്നും അദ്ദേഹം പൂജാരി ആയിരുന്നെങ്കിൽ ആ ക്ഷേത്രത്തിൽ വരുന്ന സ്ത്രീകൾക്ക് അദ്ദേഹം ഡ്രസ് കോഡ് ഉണ്ടാക്കിയേനെ എന്നെല്ലാം കഴിഞ്ഞ ഒരു പോസ്റ്റിലും ഹണി റോസ് പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് ചാനൽ ചർച്ചകളിലടക്കം പങ്കെടുത്തുകൊണ്ട് ബോബി ചെമ്മണ്ണൂരിനെ പിന്തുണച്ചുകൊണ്ടും ഹണി റോസിനെ വിമർശിച്ചുകൊണ്ടും നടത്തുന്ന തുടർച്ചയായ പോസ്റ്റുകൾ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പരാതിക്ക് ആസ്പദമെന്ന് പറയുന്നത്. നേരത്തെ ബോബി ചെമ്മണ്ണൂർ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ ഉള്ള പോസ്റ്റുകൾ ഇട്ടതിനെ തുടർന്ന് കേസെടുക്കുകയും ഇപ്പോൾ റിമാൻഡിൽ തുടരുകയുമാണ്. ഇതോടൊപ്പം തന്നെ സമാനമായി ആ പോസ്റ്റിന് താഴെ മോശം കമന്റുകളിട്ട നിരവധി ആളുകൾക്കെതിരെ കേസുകൾ എടുത്തിരുന്നു. 30ഓളം പേർക്കെതിരെ കേസെടുക്കുകയും ഒരു അറസ്റ്റ് രേഖപ്പെടുത്തുകയും എല്ലാം ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ രാഹുൽ ഈശ്വറിനെതിരെയും തനിക്കെതിരെ വ്യക്തിഹത്യ നടത്തുന്നു, തനിക്കെതിരായ ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തുന്നു എന്നടക്കമുള്ള പരാതികൾ ഹണി റോസ് ഉന്നയിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായ ഒരു പരാതി പോലീസിന് നൽകാൻ, അന്വേഷണ സംഘത്തിന് നൽകാൻ തയ്യാറെടുക്കുകയാണ് ഹണി റോസ്. ശരി, ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്.